ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം വിഷയത്തിൽ കാണേണ്ടത് PMശ്രീയിൽ ഒപ്പുവെച്ചു CPIയും CPIഎമ്മും തമ്മിൽ തർക്കം വന്ന രീതിയിലല്ല. നമ്മുടെ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഇതിനകത്തുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമാവലിക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഭരണപ്രദേശങ്ങളാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായും കീഴ്പ്പെടലല്ല. സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്, ജനാധിപത്യപരമായിട്ടുള്ള നല്ല ജനാധിപത്യപരമായിട്ടുള്ള ഭരണരീതി സംസ്ഥാനത്തും കേന്ദ്രത്തിലും പുലരുമ്പോഴേ ഇന്ത്യൻ ജനാധിപത്യം പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ ഫെഡറൽ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള വിഹിതം സെൻട്രൽ ഗവൺമെൻറ് തരേണ്ടതാണ്. അത് ഔദാര്യമല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യകതകൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതവും മറ്റു രീതിയിലുള്ള സഹായവും അനുവദിക്കേണ്ടതാണ്. ഈ PMശ്രീ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റീഷ്യന്മാരും എല്ലാം എന്താ വിശദീകരിക്കേണ്ടത്? എത്രമാത്രം അപകടകരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, പദ്ധതി വിഹിതം, നമ്മുടെ നികുതി വിഹിതം ഇവിടെ പിരിച്ചിവിടെ ചെലവഴിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. കേരള ഗവൺമെൻറ്റിന് നികുതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണല്ലോ. നമ്മളെല്ലാം നികുതി പണം കൊടുക്കുന്നത് കേന്ദ്രത്തിലേക്കാണ്. അവിടെ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം എത്രയാണ് തരുന്നത്? ഇവിടെ നിന്ന് പിരിച്ചെടുക്കുന്നതിൻ്റെ 30% താഴെ. ശരിയായി പറഞ്ഞാൽ 70% സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു തന്നാൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കും. പോട്ടെ, നമ്മൾ ചോദിക്കുന്നത് 50%. കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് 50% തരണമെന്നാണ്. ആ 50% തന്നാലേ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ മേഖലകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളം തികച്ചും വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ്. ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് ജനകീയ പിന്തുണയോടുകൂടി ജനകീയ ആസൂത്രണ നടപടിക്രമങ്ങളിലൂടെ എല്ലാ ജീവിത സൂചികകളിലും മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവിത നിലവാര മേഖലകളിലെല്ലാം നമ്മൾ മുന്നിലാണ്. പക്ഷേ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അത് ഏതെങ്കിലും ഒരു തവണ മുന്നിലെത്തിയിട്ട് കാര്യമില്ല. അതിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം കിട്ടണം എല്ലാ മേഖലയിലും. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? നികുതി വിഹിതം വെട്ടിക്കുറക്കുക മാത്രമല്ല, ചിലപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തരാനുള്ള പണം മറ്റൊരു രീതിയിൽ മിഷൻ മോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കീം വർക്ക് എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുക. പോട്ടെ, അങ്ങനെ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല. ആ സ്കീമിനെ പ്രഖ്യാപിച്ച പണം മുഴുവൻ തരണം. അപ്പോൾ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് 60-40 ആയിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇപ്പം അതിൻ്റെ മിനിസ്റ്റീരിയൽ മേഖലയിലുള്ളത് 75-25 ആക്കിയിരിക്കുകയാണ്. 80% 90-10 നാഷണൽ ഹെൽത്ത് മിഷൻ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ 60:40 പ്രഖ്യാപിക്കുകയും അതുപോലും തരാതിരിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും. അപ്പം പല നിബന്ധനകളും സംസ്ഥാനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കും. ഒരുപാട് റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമല്ല കേരളം. നമുക്ക് ടാക്സ് ഷെയറാണ് കാര്യമായിട്ടുള്ള വരുമാനം. പക്ഷേ ഈ കേന്ദ്രം തരുന്നതിൽ അത് എത്ര കുറഞ്ഞതായാലും അതും കൂടി വേണ്ടാന്ന് പറഞ്ഞാൽ സംസ്ഥാനം എവിടെ നിന്ന് കൊണ്ടുവരും പണം? അപ്പോൾ നമ്മൾ നിർബന്ധിതരാകുന്നു അത്തരം കാര്യങ്ങളിൽ കിട്ടാൻ വേണ്ടി. ഞങ്ങൾക്ക് ഒരു നയമുണ്ട്. അത് CPIക്കാരും CPMനായാലും. എന്താ നയം? കേന്ദ്രത്തിൻ്റെ പുത്തൻ പുത്തൻ വിദ്യാഭ്യാസ നയം NEP. ആ NEP അനുസരിച്ച് സിലബസിലടക്കം കരിക്കുലത്തിലടക്കം മാറ്റം വരുത്തി ഒരുതരം വർഗീയ അജണ്ട സമർത്ഥമായിട്ട്, വർഗീയ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല കൊണ്ടുവരിക, വളരെ സമർത്ഥമായിട്ട് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം വേറെ, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ പ്രാകൃതമായ മനസ്സുള്ള ചിലരുടെ മനസ്സിലുണ്ട്. അത് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നുണ്ട്. അതിന് കേരളം സമ്മതിക്കില്ല. നമ്മളിവിടെ ഒരു മതേതര ജനാധിപത്യ വിദ്യാഭ്യാസ നയം ഉണ്ട്. എന്നാൽ അത് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം SSK, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വകയിരുത്തുന്നത് തൃപ്തികരമാണെന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല, നിങ്ങൾക്കാർക്കും ഉണ്ടാവും തോന്നുന്നില്ല. GDPയുടെ 2% താഴെ ആരോഗ്യത്തിന് എവിടെ തികയും? എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും? അപ്പോൾ അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് SSK, സർവശിക്ഷാ അഭിയാൻ. ആ സർവശിക്ഷാ അഭിയാന് ലഭ്യമാകുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്താകും? ഇപ്പോൾ LP തലത്തിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലങ്ങളും മറ്റു ചില സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് സർവശിക്ഷാ അഭിയാൻ്റെ കാശ് കൊണ്ടാണ്. സർവശിക്ഷാ അഭിയാൻ്റെ കാശ് തരില്ല PMശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ. ചെറുതല്ല, എല്ലാം കൂടി ചേരുമ്പോൾ 1400 കോടിയിലേറെ ഉറപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അതാര് തരും? അപ്പോൾ ഒപ്പിട്ടാലോ? ഒപ്പിട്ടാൽ ചോദ്യം, നിങ്ങൾ NEPക്ക് കീഴടങ്ങുകയല്ലേ? അല്ല,
അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ജനാധിപത്യപരമായ വിദ്യാഭ്യാസ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ നിർബന്ധിച്ചാൽ നമ്മളതിനെ എതിർപ്പ് ശക്തമായിട്ട്. എന്നാൽ ഒപ്പിട്ടത് ഈ പണം തരില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്.